കാലിക്കറ്റ് സർവകലാശാലയിൽ വി.ഡി. സവർക്കറെ അധിക്ഷേപിച്ചുള്ള SFI ബാനറിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രംഗത്ത് എത്തിയതും പറഞ്ഞതും. സവർക്കർ രാജ്യത്തിനു വേണ്ടി ത്യാഗം അനുഭവിച്ചയാളാണ്. അദ്ദേഹം എന്നു മുതലാണ് രാജ്യത്തിന് ശത്രുവായത് എന്നും ഗവർണർ ചോദിച്ചു. സവർക്കർ ചെയ്ത കാര്യങ്ങൾ ശരിയായി പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവുമെന്നും അദ്ദേഹം പറയുന്നു. വീടിനെയോ വീട്ടുകാരെയോ കുറിച്ച് ആലോചിക്കാതെ സമൂഹത്തിന് വേണ്ടി മാത്രം ജീവിച്ചയാളാണ് സവർക്കർ. ഇതിനെക്കുറിച്ച് ശരിയായ അറിവുകൾ ഇല്ലാത്തതിനാലാണ് വിദ്യാർത്ഥികൾ ഇത്തരം ബാനറുകൾ ഉയർത്തുന്നത്. ഇക്കാര്യങ്ങൾ വൈസ് ചാൻസലർ ശ്രദ്ധിക്കണമെന്നും ഗവർണർ പറയുന്നു. സർവകലാശാലയുടെ ലഹരി വിരുദ്ധ ക്യാമ്പസ് ക്യാമ്പയിന്റെ പ്രചാരണത്തിനാണ് സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ക്യാമ്പസിലെത്തിയത്. ഞങ്ങൾക്ക് വേണ്ടത് ചാൻസലറെയാണ്, അല്ലാതെ സവർക്കറെയല്ല എന്ന് എഴുതി കാലിക്കറ്റ് സർവകലാശാല പരീക്ഷാ ഭവൻ പരിസരത്താണ് SFI ബാനർ ഉയർത്തിയിരുന്നത്. വർഗീയവാദികൾക്ക് ഇവിടെ പ്രവേശനമില്ല എന്നെഴുതി സെമിനാർ ക്യാമ്പസ് പരിസരത്ത് SFIക്കാർ സ്ഥാപിച്ച ബാനർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ നീക്കിയിരുന്നു. ചാൻസലർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്നലെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുന്നതിന്റെ ഭാഗമായി VC ഡോക്ടർ P. രവീന്ദ്രൻ നിർദ്ദേശിച്ചതനുസരിച്ച് ക്യാമ്പസിലെ മറ്റെല്ലാ കൊടികളും ബാനറുകളും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തൊഴിലാളികളെ ഉപയോഗിച്ച് നീക്കിയിരുന്നു. എന്നാൽ പരീക്ഷാ ഭവൻ പരിസരത്തെ ബാനർ നീക്കിയാൽ ചെറുക്കുമെന്ന SFI നിലപാടിനെ തുടർന്നാണ് അധികൃതർ പിന്മാറിയത്. ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന V.D. സവർക്കർ എന്ന വിനായക് ദാമോദർ സവർക്കർ ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ ആശയം വികസിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സവർക്കർ ദേശീയവാദത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ഹിന്ദുവിനെ വാർത്തെടുക്കാനാണ് ശ്രമിച്ചിരുന്നത്. 1983 മെയ് 28 മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്തുള്ള ബാംഗൂർ എന്ന ഗ്രാമത്തിലായിരുന്നു സവർക്കറിന്റെ ജനനം. ഒരു മറാത്തി ചിത്പവൻ ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു സവർക്കറിന്റെ ജനനം. അച്ഛൻ ദാമോദർ, അമ്മ രാധാഭായ്. ബാല്യകാലത്ത് തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട സവർക്കറിനെ വളർത്തിയത് ജ്യേഷ്ഠനായ ഗണേഷ് സവർക്കറാണ്. ഗണേഷിനൊപ്പമായിരുന്നു സവർക്കറുടെ ആദ്യകാല രാഷ്ട്രീയ പ്രവർത്തനം. സവർക്കർക്ക് വെറും 12 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ ഗ്രാമത്തിലൊരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഗ്രാമത്തിലെയും നാസിക്കിലെയും വിദ്യാലയങ്ങളിൽ നിന്നായി പഠനം പൂർത്തിയാക്കിയ സവർക്കർ അക്കാലത്ത് തന്നെ എഴുത്തും രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാം ആരംഭിച്ചിരുന്നു. സ്കൂൾ പഠനത്തിന് ശേഷം പൂനെയിലെ ഫെർഗൂസൺ കോളേജിൽ പ്രവേശനം നേടിയപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടർന്നു പോന്നു. ഇക്കാലയളവിലാണ് സഹോദരനുമായി ചേർന്ന് സവർക്കർ മിത്രമേള എന്ന സംഘടന രൂപീകരിക്കുന്നത്. ഇത് പിന്നീട് അഭിനവ ഭാരത് സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെട്ടു. ലോകമാന്യ തിലകിനുമായുള്ള സൗഹൃദവും ചരിത്ര പഠനത്തിനുള്ള താല്പര്യവുമെല്ലാം സവർക്കർ എന്ന വ്യക്തിയെ രൂപീകരിച്ചെടുത്ത പൂനെയിലെ ജീവിതകാലത്താണ്. അന്നത്തെ നിരോധിത സംഘടനകളിലെ പ്രവർത്തനം കാരണം സവർക്കർ കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു. തുടർന്ന് നിയമത്തിൽ ഉപരിപഠനം നടത്താനായി സവർക്കർ ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി. ഇംഗ്ലണ്ടിലെ ഇന്ത്യൻ ദേശീയവാദികൾക്കൊപ്പം ചേർന്ന ഇന്ത്യ ഹൌസ്, ഫ്രീ ഇന്ത്യ സൊസൈറ്റി എന്നിവയടക്കമുള്ള സംഘടനകളോട് സഹകരിച്ച പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് സവർക്കർ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയതും അത് കൊളോണിയൽ ഭരണകൂടം നിരോധിച്ചതും ഇക്കാലത്താണ്. തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താവായിരിക്കുമ്പോൾ തന്നെ സവർക്കർ ഒരു മതവിശ്വാസിയായിരുന്നില്ല. മതപരമായ ആചാരങ്ങളോ ചടങ്ങുകളോ സവർക്കർ പിന്തുടർന്നതേ ഇല്ല. പകരം ഹിന്ദുത്വത്തെ ഒരു ആത്മീയ അനുഭവം എന്നതിൽ നിന്നും അടർത്തി മാറ്റി അതിന്റെ സാമൂഹിക സ്ഥാപനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടത് എന്ന് ആഹ്വാനം ചെയ്തു. ഹിന്ദു എന്നത് സവർക്കർക്ക് ഒരു ദേശീയതയായിരുന്നു. അഥവാ ഹിന്ദുത്വതയുടെയും സാംസ്കാരിക അനുഭവത്തെ ഇന്ത്യൻ ദേശീയതയായി വ്യാഖ്യാനിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. സിഖുകളും ജൈനരും ബുദ്ധിസ്റ്റുകളും ചേർന്ന സവർക്കറുടെ ദേശീയതയിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടമുണ്ടായിരുന്നില്ല. സായുധ ആക്രമണങ്ങളുടെ ബ്രിട്ടീഷുകാരെ ചെറുത്തു തോൽപ്പിക്കാം എന്ന ആശയത്തിലായിരുന്നു സവർക്കറുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ. ഇംഗ്ലണ്ടിൽ ഉപരിപഠനം നടത്തിക്കൊണ്ടിരുന്ന കാലയളവിൽ ഇതിനായി ഇന്ത്യയിലേക്ക് ആയുധങ്ങളും കടത്തിയിരുന്നു. ഇത്തരമൊരു കേസിലാണ് സവർക്കർ ബ്രിട്ടീഷ് പോലീസ് പിടികൂടുന്നത്. നാസിക് കളക്ടറായിരുന്ന AMT ജാക്സനെ അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് ചടങ്ങിനിടെ അനന്ത് ലക്ഷ്മൺ കൻഹാരെ എന്ന യുവാവ് വെടിവെച്ച് കൊലപ്പെടുത്തി. സവർക്കർ നയിച്ചിരുന്ന അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ പ്രവർത്തകനായിരുന്നു ഇയാൾ. കൂടുതൽ അന്വേഷണത്തിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് സവർക്കർ ഇംഗ്ലണ്ടിൽ നിന്നും ഒളിപ്പിച്ച് കടത്തിയതാണെന്നാണ് തെളിഞ്ഞതോടുകൂടിയാണ് 1910 അദ്ദേഹത്തെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന കാഴ്സൺ വൈലിയുടെ
കൊലപാതകവുമായി ബന്ധപ്പെട്ട് സവർക്കർ നേരത്തെ തന്നെ നിരീക്ഷണത്തിലായിരുന്നു. അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ഫ്രാൻസിലെ ഈ മാഴ്സയിൽ തുറമുഖത്ത് നിന്നും സവർക്കർ കടലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എങ്കിലും പോലീസ് വീണ്ടും പിടികൂടുകയും ഇന്ത്യയിൽ എത്തുകയും ചെയ്തു. ഈ കേസിലാണ് സവർക്കർക്ക് 50 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കുന്നത്. 28 വയസ്സായിരുന്നു അന്ന് സവർക്കർക്ക് പ്രായം. ആൻഡമാനിലേക്ക് സവർക്കറെ നാടുകടത്തപ്പെടുകയും ചെയ്തു. സ്വത്തുക്കൾ ജപ്തി ചെയ്യപ്പെടുകയും ഫെർഗുസൺ കോളേജിൽ നിന്നും നേടിയ BA ബിരുദം റദ്ദാക്കപ്പെടുകയും ചെയ്തു. ശിക്ഷയിൽ ഇളവ് ലഭിച്ച് ആൻഡമാനിൽ നിന്നും 1921 സവർക്കർ രത്നഗിരി ജയിലിലേക്ക് എത്തുന്നത്. 1937 വരെ രത്നഗിരി ജില്ല വിട്ട പുറത്തു പോകുവാൻ സവർക്കർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. പിന്നീടുള്ള സവർക്കറുടെ എഴുത്തുകളും ആശയ പ്രചരണങ്ങളും ഹിന്ദുത്വതയിൽ കേന്ദ്രീകരിച്ച് തന്നെയാണ്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് കോൺഗ്രസ് രൂപം നൽകിയപ്പോൾ സവർക്കറുടെ ഹിന്ദു മഹാസഭ ആ നീക്കത്തെ നിശിതമായി തന്നെ വിമർശിക്കുകയാണ് ചെയ്തത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുനിൽക്കാനും സർക്കാരിനെ എതിർക്കാതിരിക്കുവാനും ഹിന്ദുക്കളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. സവർക്കറുടെ തീവ്ര ആശയങ്ങളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പല ലേഖനങ്ങളും അധികരിച്ച് ചരിത്രകാരന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട്. ആദ്യകാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്ന സവർക്കർ പിൻകാലത്ത് എഴുതിയിരുന്നത് മുസ്ലിങ്ങളിൽ നിന്നും ഹിന്ദുക്കളെ മോചിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. ഇന്ത്യ വിഭജനത്തെ അനുകൂലിച്ചിരുന്ന സവർക്കർ ഇന്ത്യൻ പോലീസ് സേനയിലും സൈന്യത്തിലും മുസ്ലിം മതവിശ്വാസികൾ ജോലി ചെയ്യുന്നത് ഭീഷണിയാണ് എന്ന് കണ്ടെത്തി. ഇതിന് ബദലായി ഹിന്ദുക്കളോട് സൈന്യത്തിൽ ചേർന്ന് സേവനമനുഷ്ഠിക്കാൻ സവർക്കർ ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം ഹിന്ദു രാഷ്ട്ര സ്ഥാപനമായിരുന്ന സവർക്കറുടെ സംഘടനയുടെയും ലക്ഷ്യം. അതിനായുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ സവർക്കർ നടത്തിപ്പോയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മതേതര നയങ്ങൾ മുസ്ലിം പ്രീണനമായി കണ്ട് നഖശിതാന്തം എതിർക്കുകയും ചെയ്തു. അങ്ങനെ സവർക്കർ ആരാണെന്നും എന്താണെന്നും വ്യക്തമായി അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ SFIക്കാർ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് 1966 ഫെബ്രുവരി 26 സവർക്കർ മരിക്കുന്നത്. വിനായക് ദാമോദർ സവർക്കറിന് പകരം വീര സവർക്കർ എന്ന വിശേഷണമാണ് RSS ഉപയോഗിക്കുന്നത്. 1926 പുറത്തിറങ്ങിയ ചിത്രഗുപ്ത രചിച്ച ലൈഫ് ഓഫ് ബാരിസ്റ്റർ സവർക്കർ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിലാണ് സവർക്കറെ ആദ്യമായി വീര സവർക്കർ എന്ന് വിശേഷിപ്പിച്ചത്. വർഷങ്ങൾക്ക് ശേഷം 87 രണ്ടാം പതിപ്പ് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന്റെ ആമുഖത്തിൽ ചിത്രഗുപ്ത യഥാർത്ഥത്തിൽ സവർക്കർ തന്നെയാണ് എന്ന പരാമർശം ഉണ്ടായിരുന്നു. 2003 BJP സർക്കാർ സവർക്കറിന്റെ ഛായാചിത്രം പാർലമെന്റ് മന്ദിരത്തിൽ അനാച്ഛാദനം ചെയ്തതും വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായി ജീവനും ജീവിതവും ബലികഴിപ്പിച്ചവരോടെ അനാദരവാണിതെന്നായിരുന്നു ആരോപണം. RSS അടക്കമുള്ള തീവ്ര വലതു സംഘടനകൾ സവർക്കറെ വീണ്ടും മുഖ്യധാരാ ചർച്ചകളിലേക്ക് തിരിച്ചുകൊണ്ടുവരികയും സജീവമായി നിലനിർത്തുകയും ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇങ്ങനെയുള്ള സവർക്കറെ എങ്ങനെയാണ് RSSകാരനായ ഗവർണർ തള്ളിപ്പറയുക? ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഗവർണറെ കയറ്റില്ല എന്ന് വീമ്പിളക്കിയ SFIയെ പരിഹാസ്യനാക്കിയാണ് ഗവർണർ ചെയ്തത്. കാല് കുത്തിക്കില്ല എന്ന SFIയുടെ ഭീഷണി ഗവർണർ കടലിൽ എറിഞ്ഞു. സമ്മേളനത്തിൽ തലേന്ന് ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്തുകയും ചെയ്തു. ഗവർണർ വരുന്ന വഴിയിൽ പ്രകടനവും പ്രതിഷേധവും ഉണ്ടാകാതിരിക്കാൻ പോലീസും പ്രത്യേകം ശ്രദ്ധിച്ചു.